आज हम दिल्ली में हमारी वॉलंटियर्स मीट करने वाले थे, जिसके लिए हमें एक इंडोर मीटिंग करनी थी। इसके लिए हम हॉल चाहते थे। हम कई जगहों पर गए, किसी ने भी हमें हॉल नहीं दिया। सारे लोग कह रहे थे ऊपर से प्रेशर है, हम कॉकरोच जनता पार्टी वालों को हॉल नहीं दे सकते। ऐसे 10 जगहों पर हम गए, 10 जगह से हमें एक ही चीज़ बताई गई कि हम आपको हॉल नहीं दे सकते, क्योंकि कॉकरोच जनता पार्टी वालों को अगर हम हॉल दे देंगे तो हमारे लिए तकलीफ हो जाएगी। हमें धमकियां मिल रही है ऊपर से। बड़ी मुश्किल से हमें ये हॉल मिला था, जिसकी ये रिसीट है। ये हॉल हमें मिला था, लेकिन आज सुबह इनको भी धमकी दी गई और इन्हें बोला गया कि अगर आप यहाँ कॉकरोच जनता पार्टी की मीटिंग होने देते हो तो आपको उल्टा लटकाया जाएगा। तो इस तरह से लोगों को डराया जा रहा है, धमकाया जा रहा है और हमें मीटिंग करने से भी रोका जा रहा है। तो ये सारा बीजेपी के द्वारा किया जा रहा है। बीजेपी के लोग सभी को डरा रहे, धमका रहे कि कॉकरोच जनता पार्टी वालों को अगर कोई मीटिंग के लिए जगह दे देगा तो उनको उल्टा लगाया जाएगा। इस तरह का माहौल बीजेपी वाले इस देश में फैला रहे हैं और कहीं ना कहीं इन लोगों से, उनकी बातों से ये जो हो रहा है उस सबसे उनका डर साफ नजर आ रहा है। ഷെയിം 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 അല്ല ഭയം ഭയം ഭയമാണ്, ഭയം മാത്രമാണ് അല്ലേ? രാജ്യം ഭരിക്കുന്ന സംഘ് പരിവാറിന് രാജ്യത്തെ വിദ്യാർത്ഥികള് വളരെ കൃത്യമായി അവർ രാജ്യത്ത് ഒരു എന്താ പറയേണ്ടത്, ഒരു മീറ്റിംഗ് നടത്തുന്നതിന് ഇത്രമാത്രം ഭയപ്പെടുന്നത് എന്തിനാണ് അല്ലേ? കോക്രോച്ച് ജനതാ പാർട്ടി ഇന്നലെ ഡൽഹിയിൽ ഒരു മീറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട് അവരുടെ തുടർ സമരങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ചകൾക്ക് വേണ്ടി അവരൊരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഡൽഹിയിൽ പലയിടങ്ങളിലും ഈ പറയുന്ന ഒരു ഹോള്, ഒരു കോൺഫറൻസ് ഹോള് അല്ലെങ്കിൽ ഒരു ഹോളിന് വേണ്ടിയിട്ട് അവർ പല ശ്രമങ്ങൾ നടത്തി. എല്ലായിടത്തും പറയുന്നത് നിങ്ങൾക്ക് തരാൻ പറ്റൂല, കാരണം തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തീരും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആളുകളെയൊക്കെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുക. കാരണം അധികാരമുള്ളവരാണ് ഭീഷണിപ്പെടുത്തുന്നത്. ഏതെങ്കിലും രീതിയിൽ ഹോള് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. മുന്നോട്ടുള്ള യാത്ര, ജീവിതം തന്നെ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകും. അതുകൊണ്ട് കോക്രോച്ച് ജനതാ പാർട്ടിക്ക് എവിടെയും ഹോള് നൽകരുത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താ? വിദ്യാർത്ഥികൾ ഒരു മീറ്റിംഗ്, ഒരു ചർച്ച നടത്തുന്നതിന് രാജ്യത്തെ ഭരണകൂടം ഭയപ്പെടുന്നു. അപ്പം വിദ്യാർത്ഥികൾ മീറ്റിംഗ് നടത്തുന്നതിന് ഭയപ്പെടുന്ന ആളുകൾ തന്നെയാണ് രാജ്യത്തിൻ്റെ പാർലമെൻറ്റിലും വരാതെ മാളത്തിൽ ഒളിക്കുന്നതും നമുക്ക് മനസ്സിലാകുന്നത്. മാളത്തിൽ ഒളിക്കുന്നത് ആരാണ്? രാജ്യത്തെ ഭരണാധികാരികൾ മാളത്തിലാണ്. എന്തേ കാരണം? ഭയമാണ്. ആരെയൊക്കെ ഭയമാണ്? വിദ്യാർത്ഥികളെ ഭയമാണ്, രാജ്യത്തെ ജനങ്ങളെ ഭയമാണ്, പ്രതിനിധികളെ ഭയമാണ്, പാർലമെന്റിനെ ഭയമാണ്. മാളത്തിൽ ഒളിക്കുകയാണ്. നരേന്ദ്രമോദിയും അമിത്ഷായും രാജ്യത്തിൻ്റെ പാർലമെന്റിൽ പോലും ഹാജരാകുന്നില്ല. എന്തേ കാരണം? ഭയമാണ്. എല്ലാം ഭയമാണ്. എന്തേ ഭയത്തിൻ്റെ കാരണം? ഭയത്തിൻ്റെ കാരണം ഈ പറയുന്ന സംഭവമാണ്. എന്തെന്ന്? അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല? രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്നില്ല. രാജ്യത്ത് ഉയർന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ നോക്കൂ, രാഹുൽ ഗാന്ധി ചോദിച്ച ഒരൊറ്റ ചോദ്യമുള്ളൂ: ആരാണ് വിദ്യാർത്ഥികളെ ആക്രമിക്കാൻ ഓർഡർ നൽകിയത്? അമിത്ഷായാണോ? എങ്കിൽ അയാൾ രാജിവെക്കണം. ബിക്കോസ് ഹി ഈസ് കൾപ്പബിൾ. ഇനി അമിത്ഷായല്ലേ നിർദ്ദേശം നൽകിയത്? എന്നാലും അയാൾ രാജിവെക്കണം. കാരണം അയാൾ ആ കസേരയിൽ ഇരിക്കുമ്പോൾ മറ്റാരുടെയെങ്കിലും നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണോ ഈ പറയുന്ന കേന്ദ്ര സേന പെരുമാറേണ്ടത്, പ്രവർത്തിക്കേണ്ടത്? അപ്പോൾ അവിടെ വേറെ ആരെങ്കിലുമാണ് നിർദ്ദേശം നൽകിയതെങ്കിൽ അമിത്ഷാ ആ കസേരക്ക് യോജിച്ചതല്ല, ആ കസേരയിൽ ഇരിക്കാൻ അർഹതപ്പെട്ടവനല്ല. ഇൻകോമ്പിറ്റൻ്റ് എന്നുള്ള വാക്കാണ് രാഹുൽ ഗാന്ധി ഉപയോഗിച്ചത്. ഇനി ഇതൊന്നും വേണ്ട. രാജ്യത്തെ പാർലമെൻറ്റിൽ വരാൻ കഴിയാത്തവർ, രാജ്യത്തെ വിദ്യാർത്ഥികളെ ഒരു മീറ്റിംഗ് നടത്താൻ അനുവദിക്കാത്തവർ, അങ്ങനെ മീറ്റിംഗ് നടത്താൻ ഹോള് നൽകിയാൽ ഈ പറയുന്ന ബിൽഡിംഗ് ഉടമകളെ, കെട്ടിട ഉടമകളെ
മൂക്കിൽ വലിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ആളുകൾ അവർ രാജ്യത്തെ ഭരിക്കാൻ ഏതർത്ഥത്തിലാണ് അവർക്ക് ഉള്ള അധികാരമുള്ളത്, അർഹതയുള്ളത്? അല്ലേ? ഇത്രമാത്രം ഭരണമുണ്ടായിട്ടും എല്ലാ സിസ്റ്റവും അധികാരവും എല്ലാം കാൽ കീഴിലുണ്ടായിട്ടും ജനങ്ങളെയും വിദ്യാർത്ഥികളെയും സാധാരണക്കാരനെയും രാജ്യത്തെ ജനപ്രതിനിധികളെയും രാജ്യത്തെ പാർലമെന്റിനെയും ഭയപ്പെടുന്ന ഭരണാധികാരികൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമാണ്. എന്തിനേയും ഭയമാണ്, അല്ലേ? വിദ്യാർത്ഥികൾ നടത്തിയ പ്രക്ഷോഭം അത്രമാത്രം ഇവരെ പിടിച്ച് കുലുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. എല്ലാ അഹങ്കാരത്തിൻ്റെയും അവസാനമായിരുന്നു ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയതോടുകൂടി അഹങ്കാരങ്ങൾ ഓരോന്നോരോന്നായി തകർന്നു വീടുകയും ഭയം, ഇവരുടെ ഉള്ളിലുണ്ടായിരുന്ന ഭയം ഇവരുടെ കൂടപ്പറപ്പാണ്. ആ ഭയം പക്ഷേ ഇങ്ങനെ വളർന്ന് പന്തലിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വിദ്യാർത്ഥികൾ നടത്തിയ പ്രക്ഷോഭത്തിൽ വിദ്യാർത്ഥികളെ അവഗണിച്ചു. ആദ്യം അവരെ കണ്ടില്ലെന്ന് നടിച്ചു. എന്തു വേണമെങ്കിലും ആകട്ടെ എന്ന് കരുതി ആ പ്രക്ഷോഭങ്ങളെ, വിദ്യാർത്ഥി സമരങ്ങളെ ഒതുക്കാൻ വേണ്ടി പല കളികളും കളിച്ചു. RSSന്റെ ഗുണ്ടകളെ ഇറക്കി. വെള്ളവും വെളിച്ചവും ഭക്ഷണവും വരെ എന്ത് ചെയ്തു? നിഷേധിച്ചു. ഇതൊക്കെ ചെയ്തിട്ടും വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ഒരു കുറവുണ്ടായില്ല. അവസാനം ഡൽഹിയിലേക്ക് 10,000-കണക്കിന് വിദ്യാർത്ഥികൾ ആർത്തിരമ്പി വന്നു. ആ വിദ്യാർത്ഥികൾ ആർത്തിരമ്പി വന്നതോടുകൂടി ഇവരുടെ എല്ലാ പ്രതീക്ഷകളും തകർന്നു, അല്ലേ? ഇപ്പം നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെപ്പിക്കാതിരിക്കാൻ എന്തൊക്കെ കളി കളിച്ചു എന്ന് ചോദിച്ചാൽ, അവസാനം ധർമ്മേന്ദ്ര പ്രധാനെ ഒരു വകുപ്പ് മാറ്റം, ഒരു എക്സ്ചേഞ്ച്, വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നെടുത്ത് മറ്റേതെങ്കിലും വകുപ്പിലേക്ക്, വിദ്യാഭ്യാസ വകുപ്പിലേക്ക് വേറെ ഏതെങ്കിലും വകുപ്പിൽ നിന്നുള്ള ഒരു മിനിസ്റ്റർ, അങ്ങനെയുള്ള ഒരു ചർച്ചകളിലേക്ക് വരെ പോയി. പക്ഷേ ഈ ധർമ്മേന്ദ്ര പ്രധാൻ താഴെ ഇറങ്ങാതെ ഒരു 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 പൊടിക്ക് അടങ്ങില്ല എന്ന് വിദ്യാർത്ഥികൾ തീരുമാനിച്ചതോടുകൂടി കാര്യം കയ്യിൽ നിന്ന് പോയി. അവസാനം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടി വന്നു. ആ രാജിയാണ് ഇവരെ ഇത്രമാത്രം ഭയപ്പെടുത്തുന്നത്. ഇപ്പോൾ ഇവിടെ പാർലമെൻറ്റിൽ വരാതിരിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് കേട്ടോ. പാർലമെൻറ്റിൽ വിദ്യാർത്ഥികൾ ഒരു വിഷയമാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് ശ്രീരാമനുമുണ്ട്, അയോധ്യയിലെ രാമക്ഷേത്രവുമുണ്ട്. ഈ രണ്ട് വിഷയങ്ങളും അവിടെ നിലനിൽക്കുക. അതുകൊണ്ട് തന്നെ രാജ്യത്തെ പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ വരുന്നില്ല, രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി പാർലമെൻറ്റിൽ വരുന്നില്ല. ഇപ്പോൾ എന്താ കാര്യം? ഭയം. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ആശങ്കകളില്ലെങ്കിൽ, ഭയമില്ലെങ്കിൽ എന്തിനാ വിദ്യാർത്ഥികൾ മീറ്റിംഗ് നടത്തുന്നതിനെ ഇത്രമാത്രം ഭീഷണിപ്പെടുത്തി അതിനെ തടയാൻ ശ്രമിക്കുന്നത്? തടയുന്നത് എന്തിനാ? ഇപ്പോൾ ഒരു ഒന്നോ രണ്ടോ ആളല്ലല്ലോ, കുറച്ച് ആളുകൾ കൂടി ഒരു മീറ്റിംഗ് നടത്തണമെങ്കിൽ അതിനൊരു സ്ഥലം വേണം, ഒരു പ്ലേസ് വേണം. അതിനുവേണ്ടി പല ഹോളുകൾ ബുക്ക് ചെയ്യുക. പക്ഷേ ഇതൊന്നും കിട്ടുന്നില്ല. എന്തേ കാര്യം ഈ പറയുന്ന ആളുകൾക്ക് വിദ്യാർത്ഥികളെ ഭയമാണ്. കാരണം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു, വിദ്യാർത്ഥികൾ സമരം അവസാനിപ്പിച്ചു, വിദ്യാർത്ഥികൾ ജന്തർ മന്ദർ വിട്ട് അവരുടെ വീടുകളിലേക്ക് പോയി. എന്നിട്ടും ഈ ഭയം തുടരുന്നതിനുള്ള കാരണം എന്താ? കാരണം ധർമ്മേന്ദ്ര പ്രധാൻ മോഡൽ രാജ്യത്ത് ഇനിയും ആവർത്തിക്കപ്പെടും. പലരുടെയും കസേര തെറിക്കും, പലരും രാജിവെക്കേണ്ടതായിട്ട് വരും എന്ന് ഇവരുടെ ഉള്ളിലുള്ള ഒരു ഭയം, അങ്ങനെ ഒരു ആശങ്കയായിപ്പോൾ. അതുകൊണ്ട് മാക്സിമം ഈ പറയുന്ന ചർച്ചകൾ, വിദ്യാർത്ഥികൾ ഒത്തുകൂടുന്നതിനെ ഒക്കെ മാക്സിമം തടയിടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ രാജ്യത്ത് സംഘ് പരിവാർ ഫാസിസ്റ്റ് ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഒരു ഹോള് കിട്ടിയാലല്ലേ അവർ മീറ്റിംഗ് നടത്തൂ, അവർക്കൊരു പ്ലേസ് കിട്ടിയാലല്ലേ അവിടെ ഇരുന്ന് അവർ ചർച്ച ചെയ്യുള്ളൂ. ഇതൊന്നും കൊടുക്കണ്ട. അവർ ഒരു ഹോള് കിട്ടാതിരിക്കണം, അവർക്ക് ചർച്ച ചെയ്യാനുള്ള അവസരമില്ലാതിരിക്കണം, അവർ ഒത്തുകൂടാതിരിക്കണം. ഇതിനൊക്കെ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. മോദിക്കെതിരെ ആര് സംസാരിച്ചാലും അവരെ എല്ലാ അർത്ഥത്തിലും വേട്ടയാടുകയാണ്. അപ്പം ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ധർമ്മേന്ദ്ര പ്രധാൻ മോഡൽ ഇനിയും ആവർത്തിക്കപ്പെടുമെന്നുള്ള ആശങ്കയിൽ നിന്നാണ് ഇതിൽ നിന്ന്. ഇനി അടുത്തത് ആര് രാജിവെക്കേണ്ടി വരും
എന്നുള്ള ആശങ്കയിലാണ് ഫാസിസ്റ്റ് ഭരണകൂടമുള്ളത്. ആ ആശങ്ക ചെറുതല്ല. കാരണം എന്താ? അടുത്ത പേരെന്ന് പറയുന്നത് അമിത്ഷായുടേതാണ്. ഇപ്പോൾ രാഹുലിൻ്റെ ഇന്നലത്തെ സംസാരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. രാഹുൽ ചോദിക്കുന്നത് രണ്ട് കാര്യമാണ് പറയുന്നത്. ഒന്ന്, ആരാണ് ഓർഡർ ചെയ്തത്? അത് വിദ്യാർത്ഥികളെ ആക്രമിക്കാൻ നിർദ്ദേശം നൽകിയത് ആരാണ്? അമിത്ഷയാണെങ്കിൽ ഹീസ് കൾപ്പബിൾ. ഇനി അമിത്ഷയല്ല മറ്റാരെങ്കിലും ആണെങ്കിൽ ഹീസ് ഇൻകോമ്പിറ്റൻറ്റ്. അതുകൊണ്ട് എന്താണെങ്കിലും രണ്ടാണെങ്കിലും അമിത്ഷാ ആ കസേരയിൽ ഇരിക്കാൻ അർഹനല്ല, രാജിവെക്കണം. അപ്പോൾ കൃത്യമാണ്. അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ്റെ അതേ വഴിയിലൂടെ അമിത്ഷയും അങ്ങോട്ട് തന്നെ എത്തുകയാണ്. ഇതാണ് ഇവരെ ഭയപ്പെടുത്തുന്നത്. കാരണം ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കസേരയിൽ പിടിച്ചു തൂങ്ങാൻ, കടിച്ചു തൂങ്ങാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പം ആ ഭയം അക്ഷരാർത്ഥത്തിൽ ഇവരുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. എന്തിന് പാർലമെൻറ്റിൽ വരണം, പാർലമെൻറ്റിൽ ഇരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇന്നലെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച 2 ബില്ലുകൾ അവതരിപ്പിക്കേണ്ടിയിരുന്ന വ്യക്തി അമിത്ഷയാണ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ്. ആ അമിത്ഷാ ഇത് അവതരിപ്പിക്കാൻ പോലും എത്തുന്നില്ലെങ്കിൽ എന്തേ കാരണം? ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? അല്ല, ആഗ്രഹമുണ്ട്. പക്ഷേ പാർലമെൻറ്റിൽ എത്തിക്കഴിഞ്ഞാൽ തീർന്ന് പാർലമെൻറ്റിൽ ചർച്ചകൾക്കൊന്നല്ല, ഒരൊറ്റ ചോദ്യം, ആ ചോദ്യത്തിനുള്ള ആൻസറാണ് പാർലമെൻറ്റ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അമിത്ഷയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുന്നത്, നമ്മൾ ചെക്ക് വെക്കുക എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അത് കുറഞ്ഞു പോകും. ഒരു വിധത്തിലും 8 നിലയിൽ പൂട്ടിയിരിക്കുക. ഇനി അതിനെ മറികടക്കാൻ ഒരു വഴിയുമില്ല. ഉള്ള 2 ഓപ്ഷനാ, യെസ് ഓർ നോ. അമിത്ഷയാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ? ഇനി യെസ് ആണെങ്കിലും നോ ആണെങ്കിലും ആ കാര്യത്തിൽ രാഹുൽ പറഞ്ഞ ഒന്ന് യെസ് ആണെങ്കിൽ കൾപ്പബിൾ ആണ്, നോ ആണെങ്കിൽ ഇൻകോമ്പിറ്റൻ്റ് ആണ്. രണ്ടും അയോഗ്യതയാണ്. അങ്ങനെ ഒരു സാഹചര്യം മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ല. യെസ്സും നോയും അയോഗ്യതയായി മാറുന്ന ഒരു ഘട്ടം മുമ്പുണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിലാണ് അമിത്ഷാ ചെന്ന് നിൽക്കുന്നത്. ഇതിന് കാരണം എന്താ? ഇത് എവിടെ നിന്നാണ് തുടങ്ങിയത്? വിദ്യാർത്ഥികളിൽ നിന്നാണ് തുടങ്ങിയത്. വിദ്യാർത്ഥികളെ സഹിക്കവയ്യാതെ ഗതികെട്ട് അവസാനം ആക്രമിച്ചു. പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു, AK-47 ഉപയോഗിച്ചു, ലത്തി ഉപയോഗിച്ചു, ടിയർ ഗ്യാസ് ഉപയോഗിച്ചു, അതും എക്സ്പയർഡ് ടിയർ ഗ്യാസ് ഉപയോഗിച്ചു. പെല്ലറ്റ് ഗണ്ണ് കാരണം വിദ്യാർത്ഥിയുടെ കാഴ്ച നഷ്ടപ്പെട്ടു. അപ്പോൾ അത് വിദ്യാർത്ഥികളുടെ സമരം സഹിക്കവയ്യാതെ അവസാനം ചെയ്തതാ. പക്ഷേ ആ ചെയ്തതാവട്ടെ വിദ്യാഭ്യാസ മന്ത്രിയേക്കാൾ വലിയ ഒരുത്തൻ്റെ കസേര തെറിക്കാനുള്ള പണിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുകയാണ്. അമിത്ഷാ പാർലമെൻറ്റിലുണ്ട്, പാർലമെൻറ്റ് മന്ദിരത്തിൽ അമിത്ഷയുണ്ട്, ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ അമിത്ഷയുണ്ട്. പക്ഷേ പാർലമെൻറ്റിനകത്തേക്ക് ലോക്സഭയിലോ രാജ്യസഭയിലോ അമിത്ഷാ എത്തുന്നില്ല. എന്തേ കാരണം ഈ പ്രശ്നമാണ്. ഇവിടെ ഇതൊരു വല്ലാത്ത പൂട്ടാണ് രാഹുൽ പൂട്ടിയത്. യെസ് ആണെങ്കിലും നോ ആണെങ്കിലും രാഹുൽ ആവർത്തിച്ച് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെയാണ് സംഘ് പരിവാർ ഇന്ന് പെട്ടുകിടക്കുന്നത്. ഇത് ഒരു കാര്യം സംഘ് പരിവാറിന് അറിയാം. ഇന്നിപ്പോൾ ടാർഗറ്റ് അമിത്ഷാ ആണെങ്കിൽ നാളെ അതൊരു മറ്റൊരു വ്യക്തിയിലേക്ക് മാറും. വലിയ ബുദ്ധിമുട്ടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് അമിത്ഷയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, സംഘ് പരിവാറിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ഇന്നലെ ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഇന്നലെ അമിത്ഷാ കുറേ ദിവസത്തിന് ശേഷം ഒന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു, ഗോഡി മീഡിയക്ക് മുന്നിൽ, ചോദ്യങ്ങളില്ലാത്ത ഗോഡി മീഡിയക്ക് മുന്നിലേക്ക്. ഇപ്പം രാഹുലൊക്കെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഇൻ്ററപ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ അമിത്ഷാ സംസാരിക്കുമ്പോൾ മിണ്ടൂല, ചോദ്യങ്ങളില്ല, അമിത്ഷാ പറയും പോകും. പക്ഷേ ഇന്നലെ അമിത്ഷാ സംസാരിക്കുമ്പോൾ അമിത്ഷയുടെ ബോഡി ലാംഗ്വേജും അമിത്ഷയുടെ ഭാഷാ പ്രയോഗങ്ങളൊക്കെ നോക്കൂ. വളരെ വിനീത വിധേയൻ്റെ എല്ലാം വിധേയപ്പെട്ട് ഒരു അടിമത്തത്തിൽ നിന്നുള്ള ഒരു കോംപ്രമൈസിൽ നിന്നുള്ള സംസാരം. എന്തേ കാരണം ഈ ഒരു സിറ്റുവേഷനാ. യെസ്സും നോയും രണ്ടാണെങ്കിലും പണിയാണ്, 8ൻ്റെ പണിയാണ് എന്നുള്ളതാണ്.